ഫോട്ടോയിലുള്ള ആളെ കണ്ടിട്ടുണ്ടോ? പിന്നെ ഇന്നലെ രാവിലെയല്ലേ ഞാൻ ഇയാളെ കോയമ്പത്തൂർ വെച്ച് കണ്ടേ. ആരെയോ പേടിച്ചാണ് നടന്നു പോയത്. എന്തിനാ ഇങ്ങനെ പേടിച്ചു പോണെന്ന് ചോദിച്ചപ്പോ 2 മണ്ടന്മാർ എന്നെ അന്വേഷിച്ച് നടപ്പുണ്ടെന്ന് പറഞ്ഞു. എന്ത് മണ്ടന്മാരാ? നിങ്ങളല്ല ബോസ്, എന്നെ. അത് കറക്റ്റ് ആണ്. അതെ, ഇയാള് കോയമ്പത്തൂർ ഉണ്ടെന്നുള്ള ഉറപ്പാണ്. ഉറപ്പാ സാർ. ഞാൻ ഇവനെ കോയമ്പത്തൂർ വെച്ച് പിടിച്ചോളാം. ഇതിനിടയില് ഇവൻ നിങ്ങളുടെ കണ്ടിപ്പെട്ട നിങ്ങൾ പിടിച്ചു വെച്ചോ. ഉറപ്പായിട്ട്. ശരി, ഞാൻ വരട്ടെ. താങ്ക്സ്. ബോസ്, ഇവന്റെ ശബ്ദം കേട്ടിട്ട് നമ്മുടെ ചെറുക്കനെ പോലില്ലേ? ഇപ്പൊ എന്തിനാ അടിച്ചേ? എന്താണ് നേരത്തെ പറയാത്തെ? തലയിരിക്കുമ്പോ വാലടരുന്നല്ലേ? ആരായിരുന്നാലും നിങ്ങൾ എന്റെ ബോസ് അല്ലേ? നിങ്ങളുടെ ഇമേജിന് ബാധിക്കരുതെന്ന് വിചാരിച്ചാ ഞാൻ മിണ്ടാ. അപ്പോ നമുക്കിത് കണ്ടുപിടിക്കണം അല്ലേ? വേണം. എടോ കോയമ്പത്തൂരെ, ഞങ്ങള് മണ്ടന്മാരല്ലേ? ഇപ്പൊ ശരിയാക്കി തരാം. വാ. എല്ലാവരും വേഗം ജോലി. അവര് മര്യാദക്ക് ജോലി ചെയ്യും. സാറ് വന്നിട്ട് ഓടിക്കളഞ്ഞോ? കുറുക്ക വഴിയെ പോയി പിടിക്കാം. സാർ പേടിക്കണ്ട സാർ, ഇത് ഞാനാ. അനിയ, ഇനി എനിക്ക് ഓടാൻ പറ്റില്ല. അന്ന് 500 രൂപ കാണിച്ച് വീട്ടിൽ നിന്ന് ചാടി. ഇപ്പൊ ഞാൻ നിങ്ങളെ തിരക്കി ഈ കാട് മുഴുവൻ ചാടിക്കൊണ്ടിരിക്കുക. വീട്ടിലേക്ക് വാ മുതലാളി. എനിക്കതിനൊന്നും പറ്റില്ല. ഞാനിവിടെ ഭയങ്കര സന്തോഷത്തിലാ. അത് മാത്രമല്ല, ഒരു സൂപ്പർ ലൈൻ സെറ്റ് ആയിട്ടുണ്ട്. അവളെ തന്നെ കല്യാണവും കഴിച്ച് അടിച്ച് പൊളിക്കാൻ പോവാ. മുതലാളിക്ക് ലൈൻ? ഓ യെസ്. നിനക്കും ലൈൻ ഉണ്ടോ? ബോസിന്റെ സെറ്റപ്പ് സാധാരണ സെറ്റപ്പാ. സിലിക്കിന്റെ മാതിരി ഇടുപ്പ്, കുശ്ബുവിന്റെ മാതിരി തുടുത്തുടുത്ത കവിള്, റോജായുടെ മാതിരി കണ്ണുകൾ. ചേട്ടാ, എന്തിനാ അവനെ അടിച്ചത്? പിന്നല്ലാതെ മുതലാളി, ലൈൻ അടിക്കുന്ന ഞാനും വർണ്ണിക്കുന്ന ഇവനുമാ. അത് തെറ്റാണല്ലോ. ആവശ്യത്തിന് അടികൊണ്ട് പഞ്ചറായിട്ടുണ്ട്. ഇതുവഴി പൊയ്ക്കോ. ഓടറാ. ചേട്ടാ ഒരു ഐഡിയ പറയട്ടെ. കേക്കട്ടെ. ചേട്ടന് ഇവിടെ ഒരു ലൈൻ ഉണ്ട്, എനിക്ക് ഇവിടെ ഒരു ലൈൻ ഉണ്ട്. നമുക്ക് 2 പേർക്ക് ഇവിടെ സെറ്റ് ആയാലോ? അടിപൊളി ഐഡിയ. എന്താടോ ഇത്? നടുറോഡിരുന്നാണോ ചീട്ട് കളിക്കുന്നത്? ഇത് ന്യായമാണെന്ന് തോന്നുന്നുണ്ടോ നിങ്ങക്ക്? നടുറോഡ് ചീട്ട് കളിക്കുന്ന ന്യായമല്ലേ? ജീപ്പിലിരിക്കുന്ന പണം മുഴുവൻ എടുത്തോണ്ട് പോടാ. Kill him, come on!
നിർമ്മല ഇതാ വരുന്ന ഏട്ടാ. എന്താ ഏട്ടാ? ഈ പെട്ടി വാങ്ങി വെക്കേ. ബാങ്കിലേക്ക് പോയിട്ട് ഇത്ര പെട്ടെന്ന് തിരിച്ചു വന്നോ? അതെന്ത് പറയാനാ നിർമ്മല? ആ പോയ വഴിക്ക് കുറെ റൗഡികൾ ഈ പണം കൊള്ളയടിക്കാൻ നോക്കി. ഇവൻ അപ്പോൾ അവിടെ വന്നില്ലായിരുന്നെങ്കിൽ പണവും പോയേനെ, എന്റെ ജീവനും പോയേനെ. മോനെ, നിനക്ക് നല്ലത് അമ്മേ. വരും. എന്താ ഇതൊക്കെ? ഞാൻ നിങ്ങളുടെ മകനെ പോലെയല്ലേ? എന്നിട്ടാണോ എന്നെ തൊഴുന്നത്? ഞാനൊരു അനാഥനാ. മുതലാളിയുടെ അടുത്ത് ഡ്രൈവർ ജോലി ചെയ്യുന്ന ആളാ. മുതലാളി കാരണം ഞാനിപ്പോ ആഹാരം കഴിക്കുന്നത്. അദ്ദേഹത്തെ തന്നെ രക്ഷിക്കാൻ കഴിഞ്ഞല്ലോ എന്നോർത്ത് സന്തോഷിച്ചിരിക്കുക ഞാൻ. ദാമേ. ആഹാ, കൊള്ളാം. ദ്രൗപതിയുടെ തുണിയഴിച്ചപ്പോ കൃഷ്ണൻ വന്ന് രക്ഷപ്പെടുത്തിയതുപോലെ എന്റെ അളിയന്റെ ജീവൻ പോകാൻ പോയപ്പോ കൃഷ്ണനായിട്ട് വന്ന് രക്ഷിച്ചു. അയ്യോ, വലിയ കാര്യങ്ങളൊന്നും പറയല്ലേ. ഞാൻ ഇറങ്ങുന്നേ. മോനെ ഒന്ന് നിന്നേ. എന്താ അമ്മേ? ഇത് വെച്ചോളൂ. എന്താ ഇത്? 10,000 രൂപയുണ്ട്. എന്റെ ഭർത്താവിന്റെ ജീവൻ രക്ഷിച്ചതില്ലേ അതിന്. മുതലാളിയുടെ ജീവന്റെ വില വെറും 10,000 രൂപയുള്ളൂ. ഒരുപാട് ചീപ്പായി കളഞ്ഞല്ലേ. അവൻ തെറ്റിദ്ധരിച്ച കണ്ടില്ലേ? കുറച്ചുകൂടി കൊടുക്കും മോളെ. അനിയ, നീ ഇതിനു മുമ്പ് ഓട്ടോക്കാരനായിരുന്നോ? ഒരുപാട് ചീപ്പായിട്ട് എന്നെ കാണണ്ട. മുതലാളിയുടെ ജീവന് വില കണക്കാക്കാൻ പറ്റില്ല എന്നാ ഞാൻ പറഞ്ഞത്. ഞാൻ ഇറങ്ങട്ടെ. ശരി അമ്മേ. അയ്യോ അയ്യോ, ഇത്ര നേരം ഞങ്ങളോട് പെട്ടെന്ന് വീട് കിടക്കുന്ന. അയ്യോ എന്റെ ദൈവമേ, അയ്യോ അയ്യോ, ഒന്ന് കണ്ണു തുറക്കണേ. ഇത്രയും നേരം ഞങ്ങളോടൊക്കെ മിണ്ടിയും പറഞ്ഞും കൊണ്ടൊക്കെ ഇരുന്നതാ. ഇപ്പൊ ഒന്നും മിണ്ടുന്നില്ലേ? ഇങ്ങനെ വെറുതെ കരഞ്ഞിട്ട് എന്ത് കാര്യം? വേഗം എല്ലാരും കൂടി ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകാനുള്ളത് നോക്ക്. അതല്ലാതെ പിന്നെ ഇങ്ങനെ നോക്കിയിരുന്നിട്ട് എന്താ? ആരും വിഷമിക്കണ്ട. സാധാരണ ഡോക്ടറിന്റെ അടുത്ത് കൊണ്ടുപോയാൽ എന്തെങ്കിലും മരുന്ന് കൊടുത്ത് ഉള്ള ജീവനും കളയും. എനിക്കറിയാവുന്ന ഒരു സൂപ്പർ ഡോക്ടർ ഉണ്ട്. ഞാൻ പോയി വിളിച്ചിട്ട് വരാം. ആരും പേടിക്കണ്ട. കൃഷ്ണ, എന്താ? കിതയ്ക്കുമ്പോ പോലും നീ സുന്ദരിയാ. നിനക്ക് എപ്പോഴും കളിയാക്കല. ആ അല്ല, എന്തിനെങ്ങനെ ഓടി കളിച്ചു വരുന്നേ? മുത്തശ്ശൻ എന്തെങ്കിലും പറ്റിയോ? അല്ല, മുത്തശ്ശിക്ക്. മുത്തശ്ശിക്കോ? മുത്തശ്ശൻ എന്തെങ്കിലും പണി പറ്റിച്ചോ ഈ പ്രായത്തില്? അയ്യോ, വേറെ മുത്തശ്ശിക്ക് ശ്വാസം നിന്ന് പോയി. നീ വന്ന് രക്ഷപ്പെടുത്തണം. വാ, വേഗം കണ്ണു തുറക്കൂ. എല്ലാവരും മാറ്. വാ, വാ. ഞാൻ പറഞ്ഞില്ലേ കൃഷ്ണ, ഈ മുത്തശ്ശിയാ. വേഗം രക്ഷപ്പെടുത്ത്. രക്ഷിക്കാനോ? ഞാനോ? എങ്ങനെ? എന്ത് പറ്റും നിനക്ക്? ഞങ്ങള് നാട്ടിൽ വന്നപ്പോ നീ പഠിച്ചതൊക്കെ മറന്നുപോയോ? നീ എന്താ ഈ പറയുന്നേ? ആർക്കെങ്കിലും ശ്വാസം നിന്ന് പോയാ അപ്പൊ അടുത്ത ഡോക്ടറൊന്നും ഇല്ലെങ്കില് അയാളെ നെഞ്ചില് കൈ വെച്ച് അമർത്തണം. എന്നിട്ടും ശ്വാസം കിട്ടിയില്ലെങ്കില് അയാളെ നെഞ്ചില് ഇടിക്കണം. എന്നിട്ടും ശരിയായില്ലെങ്കില് അയാളുടെ വാ വഴി കൃത്രിമ ശ്വാസം കൊടുക്കണം. അപ്പൊ ജീവൻ തിരിച്ചു കിട്ടും. എനിക്കും അങ്ങനെ ശ്വാസം നിന്നപ്പോ നീ ഇതുപോലെ ചെയ്തല്ലേ എന്നെ രക്ഷിച്ചത്. അപ്പൊ ഈ മുത്തശ്ശിക്ക് ഇതുപോലെ ചെയ്യാം. ഇതെന്താ എല്ലാ മുത്തശ്ശിമാരും വെട്ടിയിട്ട പോലെ വീഴുന്നേ? വീണെങ്കിൽ എന്താ, നീ നല്ല സൂപ്പർ ഡോക്ടർ അല്ലേ. എല്ലാവർക്കും ശ്വാസം എന്റെ കൊടുക്ക്. അമ്മേ, ഇവർക്ക് എല്ലാവർക്കും ഞാൻ കൃത്രിമ ശ്വാസം കൊടുത്താലേ എല്ലാവരും കൂടി എന്നെ തെക്കോട്ടെടുക്കേണ്ടി വരും. എന്നെ വിട്ടേക്ക് മോളെ. അയ്യോ ഡോക്ടർ സാർ, നിക്ക്. എടി കാർത്തിയായനി, നിനക്ക് ഞാൻ ഊതട്ടെ. നിനക്ക് തന്നെ 4 ആളൂട്ടാൻ ഇപ്പൊ എന്നെ ഊതാൻ വരുന്ന അന്യാ. സാർ സാർ, നിക്ക് സാർ. വൈക്കോൽ വണ്ടി. വണ്ടിയില്ല, അവരെല്ലാരും കൂടി എന്നെ പഞ്ഞിക്കിടും. നീ പോ. വൈക്കോൽ വണ്ടി. നിക്കവിടെ. അയ്യോ, അയ്യോ, നമ്മുടെ സൂപ്പർ ഡോക്ടറിന്റെ ശ്വാസം നിന്നോയല്ലോ. ഇനിയിപ്പോ ആര് വന്ന് രക്ഷപ്പെടുത്തും? അതായത് നെഞ്ചിന് നല്ല പോലെ ഇടിക്കണം. എന്നിട്ടും ശ്വാസം വന്നില്ലെങ്കിലേ വായ വഴി കൃത്രിമ ശ്വാസം കൊടുക്കണം. കോടീശ്വരൻ. എന്റെ മകൻ പണത്തിന് ആഗ്രഹിക്കരുതെന്ന് കരുതി കോടീശ്വരൻ എന്ന് പേരിട്ടത്. എന്നിട്ട് അവൻ ചെയ്തത് കണ്ടോ? ഇവിടെ വാ. അറിയാതെ ഒരു തെറ്റ് ചെയ്തു പോയി. ഇനി അങ്ങനെ ഉണ്ടാവരുത്. പൊയ്ക്കോ. ശരി മോളെ. നിർക്കടാ. അന്ന ഊട്ടിയ കൈക്ക് തന്നെ നീ കുത്തിയല്ലടാ. അദ്ദേഹം ക്ഷമിച്ചാലും ഞാൻ ക്ഷമിക്കില്ല. ഇന്ന് മുതൽ നീ ജോലിക്ക് വരണ്ട. പോടാ പോടാ. ഹരിചന്ദ്ര,
അവിവേകം കാണിക്കരുത്. അവൻ എന്ത് ചെയ്താലും അവൻ തന്റെ മകനാണ്. ഇപ്പൊ അവനെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിട്ട ഒരു പുതിയ മാനേജരെ എവിടുന്ന് കൊണ്ടുവരും? ആലോചിച്ച് നോക്കിയേ. മാനേജർ നല്ല പയ്യൻ, പഠിച്ചവൻ, ബുദ്ധിയുള്ളവൻ, പൈസയ്ക്ക് ആഗ്രഹമില്ലാത്ത ജെന്റിൽമാൻ, ജെന്റിൽ ബോയ്. ആ കള്ളന്റെ കള്ളത്തരങ്ങൾ യവനാണ് കണ്ടുപിടിച്ചത്. ഇങ്ങനെയുള്ള ഒരുത്തനെ നമ്മൾ പുറത്തു വിടരുത്, നമ്മളെ കൂടെ നിർത്തണം. അത് ശരിയല്ലേ? എന്തെങ്കിലും ചെയ്, തന്റെ ഇഷ്ടം. എല്ലാരും കേൾക്കാൻ, ഇന്നു മുതൽ യവനാണ് നമ്മുടെ പുതിയ മാനേജർ. ഗുഡ് മോർണിംഗ് സർ. എന്താ കൃഷ്ണ? ഈ ആഴ്ചയിലെ കളക്ഷൻ 9 ലക്ഷം രൂപ. 9 lakhs. വെരി ഗുഡ്. കണ്ടോളയാ, പുതിയ മാനേജറുടെ കാര്യപ്രാപ്തി. വന്നപ്പോ തന്നെ ലാഭം കണ്ടോ? എല്ലാം എന്റെ സെലക്ഷൻ ആണല്ലേ. ഈ പെട്ടി കൊണ്ടുപോയി നിർമ്മലയുടെ കൈ കൊടുത്തിട്ട് നീ പൊയ്ക്കോ. അമ്മ, തീയെ കാണിച്ചു. ഒന്നും പേടിക്കണ്ടമ്മേ. അയ്യോ, എന്താ മോനെ ഇത്? കൈയൊക്കെ പൊള്ളിയല്ലോ. അതൊന്നും സാരല്ലമ്മേ, ശരിയായിക്കോളും. അമ്മയ്ക്കൊന്നും പറ്റിയില്ലല്ലോ. എനിക്കത് മതിയമ്മേ. എന്റെ മോനെ, ഒന്ന് നിക്ക്, ഞാൻ പോയി മരുന്നെടുത്തിട്ട് വരാം. അമ്മേ വേണ്ടമ്മേ, ഇത് തന്നെ ശരിയായിക്കോളും. എന്നാ ഞാൻ വരട്ടെ. അമ്മേ, ആ ബ്രീഫ് കേസിൽ 9 ലക്ഷം രൂപയുണ്ടേ, അതെടുത്ത് അകത്ത് വെച്ചേക്കണേ. നിർമ്മല, എന്താ ഒരു ശബ്ദം? ഇത് നോക്കി. നിർമ്മല, ഇതെന്താ പറ്റിയത്? ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, പെട്ടെന്ന് സാരിക്ക് തീ പിടിച്ച്. ഭാഗ്യം കൊണ്ട് അമ്മ വന്ന് രക്ഷിച്ചു. അന്നവൻ എന്റെ ജീവൻ രക്ഷിച്ചു. ഇന്നിതാ ഇപ്പൊ നിന്റെ ജീവനും. അതെ ഏട്ടാ, നമ്മുടെ മോൻ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? അത് തന്നെ ഇവനും ചെയ്തത് ഏട്ടാ. ഏട്ടാ, എനിക്കൊരാഗ്രഹമുണ്ട്, അത് സാധിച്ചു തരുമോ? അതെന്താണെന്ന് എനിക്കറിയാം ഹരിചന്ദ്ര. നമ്മുടെ പുതിയ മാനേജർ കൃഷ്ണനെ ഞാൻ മകനായിട്ട് ദത്തെടുക്കാൻ പോകുന്നു. നിയമപ്രകാരം എന്താണോ ചെയ്യേണ്ടത് അത് പെട്ടെന്ന് തന്നെ ചെയ്യുക. എല്ലാരും നന്നായിരിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. നമസ്കാരം, നമസ്കാരം. ഫംഗ്ഷനൊക്കെ ഭയങ്കര ജനം. വരണം, വരണം. നമസ്കാരം, നമസ്കാരം. നമസ്കാരം. എളുപ്പപ്പാ, എളുപ്പപ്പാ. എല്ലാം മംഗളമായിട്ട് കഴിഞ്ഞു അല്ലേ? വാ. നന്നായി വാ മോനെ. വലത് കാലം വെച്ച് കയറി. ഇടത് കാലം ബ്യൂറോയില വെച്ച് 2 കാലം എടുത്ത് വെച്ച് വാ മോനെ.